ഹലോ, ഇന്ന് വീട്ടിലേക്ക് ഗസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു കുഞ്ഞ് വീഡിയോ ആണേ. അമ്മ ആസ് യൂഷ്വൽ ഉണ്ണിയപ്പം എല്ലാവരും വരുമ്പോഴും അത് റെഡിയാണ്. അമ്മേൻ്റെ വക ഉണ്ണിയപ്പം ഉണ്ടാക്കി. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഫ്രൈഡ് റൈസിനുള്ള കഷ്ണങ്ങളൊക്കെ വെച്ച് അരി കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചു ഫ്രൈഡ് റൈസിൻ്റെ. അങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ ആയി. പിന്നെ ചിക്കൻ കടായി ഉണ്ടാക്കുന്നത്. ചിക്കൻ കടായി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് തന്നെ വെച്ചു. ഇപ്പോൾ ഗ്യാസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് അടുപ്പത്ത് തന്നെയാണ് വെച്ചത്. അതെന്ന് വെച്ചാൽ പായസം അമ്മ ഈസി കുക്കിൽ പായസം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നുണ്ട്. ചേച്ചീൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ അവളെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഒന്ന് മുന്നേ കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ വിരുന്ന് വിളിക്കാണ്ട് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഉള്ള ഒരു ചടങ്ങാണ്. അപ്പോൾ അങ്ങനെ വിളിച്ചത്. അവൾ ബേബിയിലാണ് വർക്ക് ചെയ്യുന്നത്, നേഴ്സാണ്. അപ്പോൾ അവരെല്ലാവരും വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഉച്ചയ്ക്ക്. അമ്മയും ഉണ്ടായിരുന്നു, വല്യമ്മയും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഓരോരോ കല്യാണത്തിൻ്റെ ഡ്രസ്സുകൾ അടിക്കാൻ കൊടുത്തതിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞു ഇങ്ങനെ ഓരോരോ വർത്താനം, കല്യാണ വർത്താനങ്ങൾ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നല്ല ഗംഭീര മഴ. നല്ല ചൂട്, ഭയങ്കര ചൂടായിരുന്നു. ആ ചൂടത്ത് അടിപൊളി മഴ കിട്ടി ഞങ്ങൾക്ക് കേട്ടോ. ഇടിയും ഉണ്ടായിരുന്നു, മഴയും, നല്ല മഴയായിരുന്നു പെയ്തത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ മഴയൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്ക് പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരുന്നു ഞങ്ങൾ ആദ്യം. അപ്പോൾ അതൊക്കെ കൊടുത്തു. ഉണ്ണിയപ്പവും മാംഗോ ജ്യൂസും ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വൈകുന്നേരം ഒരു 5:30 ഒക്കെ ആയിരുന്നു. മഴയൊക്കെ പിന്നെ പെട്ടെന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ഇവിടെ അടുത്താണ് കേട്ടോ ബീച്ച്. കൗശിയും നെത്തുട്ടനും കുറച്ച് നേരം കളിയൊക്കെ കളിച്ചു. അവിടെ ഇരുന്ന് മണ്ണിൽ മണ്ണ് വാരി കളിക്കലും ഒക്കെ ചെയ്തു. ഞങ്ങൾ കുറച്ച് ദൂരം നടക്കും ഒക്കെ ചെയ്തു. അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ അവർക്ക് കളിക്കാൻ ഇഷ്ടമാണ് വെള്ളത്തിലിറങ്ങി. അങ്ങനെ വെള്ളത്തിലിറങ്ങി കളിക്കലും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ വിളക്കൊളുത്താറൊക്കെ ആയപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോകുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോരാ വിചാരിച്ചു. അവർ കയറണ്ടേ, അവർ ഒരു മിനിറ്റ് പറഞ്ഞിട്ട് കൗശിയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുകയായിരുന്നു. അമൃതയ്ക്കും അതേപോലെ തന്നെ വെള്ളത്തിലിറങ്ങി കളിക്കാൻ അവർക്കും ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. അപ്പോഴേക്ക് വീട്ടിൽ ഷീബേച്ചി മനോജേട്ടനൊക്കെ വന്നിരുന്നു. അമൃതേൻ്റെ അച്ഛനും അമ്മയാണ്. അങ്ങനെ പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ച് രാത്രിയായപ്പോൾ പിന്നെ പോയി. ലേറ്റ് ആയിരുന്നു നല്ലോണം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.